എന്റെ ഭൂമി ഒരു ഇഞ്ച് പോലും തുടരുത്. ഓടിക്കാൻ ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങാനാ. തെരുവിലേക്ക് മക്കളെ ഞാൻ എടുക്കാൻ പോകുന്നത്. അത് നിങ്ങൾ കാണിച്ചു നിങ്ങൾ കൈയും കെട്ടി നിന്നോണ്ട് കാര്യമില്ല. അതിനുള്ള പരിപാടികൾ ചെയ്യണോ? ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത്. ജനങ്ങൾക്ക് ആവശ്യമില്ലാതെ എത്തിന് വികസനം പറഞ്ഞിട്ടാ ജനങ്ങളെ പോകാനൊക്കെ വേറെ ഈ ജനങ്ങൾക്ക് പോകാനല്ലേ വികസനം. ജനങ്ങളെ ഇവിടെ ഈ പാവപ്പെട്ട ആൾക്കാർ എത്ര റോഡ് കൊടുക്കുന്നു. ഇവിടെ റോഡ് പോകാനും വേണ്ടി ഇങ്ങോട്ട് പോകാനും ഭൂമി പോകാനും ഞങ്ങൾക്ക് ആലോചിച്ചാൽ അതൊക്കെ വേറെ വലിയ കോങ്ങണ്ണാവും. പിന്നെ ആദ്യം എല്ലാവരും ബസ്സാണ്ട് കളിക്ക് കൊണ്ടുവരാൻ പറയോട്. എല്ലാവർക്കും ബസ്സാണ്ട് കൊടുത്താൽ മതി. ജീവിക്കണ്ട, ആരും ജീവിക്കണ്ട. രോഗികളുണ്ട്, കൊഞ്ഞെടുക്കുന്ന ആൾക്കാരുണ്ട്, പാവപ്പെട്ട ജനങ്ങളുണ്ട്. അതൊക്കെ ചെയ്യാം. നിങ്ങൾ കൊണ്ടുപോകാം, നിങ്ങളെ കരി കൊണ്ടുപോകും. ആരെങ്കിലും പട്ടാളത്തിൽ അടിച്ചമർത്തൊക്കെ ചെയ്യാം. പക്ഷെ അത് എന്ത് ന്യായമാണ്? സാർ ഒരു വ്യക്തിപരമായ അതിനകത്ത് തെറ്റാണ്. അത് ഞാൻ എവിടെ പറയുകയും ഞങ്ങൾക്ക് സമരവുമായി ഇവിടെ വരുന്ന കാര്യങ്ങൾ കൂടുതൽ പോലീസുകാർക്ക് മുന്നിൽ തരാൻ ഇന്നലെ സാറ് പങ്കെടുത്ത പരിപാടിയിൽ ഇന്ന് ഞങ്ങൾ ഇവിടെ കൂടുതൽ ആളുകൾ വരുന്നുണ്ട്. പറഞ്ഞോളൂ നോക്കി പേടിപ്പിച്ചൊന്നും വേണ്ട. ഒന്ന് പറഞ്ഞിട്ടുണ്ട് പറയാനുള്ളത്. നോക്കി പേടിപ്പിച്ചൊന്നും വേണ്ട. ഒന്നും ചെയ്യില്ല. വിള്ളലുകൾ കൂടി വിള്ളലുകൾ മാത്രമാവുന്ന ദേശീയപാതയുടെ അവസ്ഥയേക്കാൾ ഭീകരമാണ് ചുറ്റുവട്ടവും താമസിക്കുന്നവരുടെ ഗതി. നാഷണൽ ഹൈവേ എന്ന വലിയ സ്വപ്നമാണ് ദിനംപ്രതി തകർന്നു വീണുകൊണ്ടിരിക്കുന്നത്. ഇതിനു പിന്നിൽ അശാസ്ത്രീയമോ അഴിമതിയോ ആവട്ടെ, നിങ്ങൾ ഭരിക്കുന്ന സർക്കാരുകൾ മൗനം പാലിക്കുന്നത് എന്തിനാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും ഒരു ടീമായി സഞ്ചരിച്ചുകൊണ്ട് പരിശോധിക്കുന്നുണ്ട്. ഞങ്ങൾ ഫീൽഡിൽ സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പാണ്. ഇതിന്റെ പ്രവൃത്തി, ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത്, ഇതിനൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി. സ്ഥലം ഏറ്റെടുത്ത് നടത്തിയ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിന്ന പലരും ഇന്ന് കാണുന്നില്ല. പരിസ്ഥിതിയുടെ ഘടന എത്രത്തോളം നിങ്ങൾ പരിഗണിച്ചു? ഇപ്പോൾ പിണറായിയുടെ ശിങ്കടികളുടെ വായിൽ നിന്ന് വരുന്നത് കരാർ കമ്പനിയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ്. ഇതെല്ലാം രാഷ്ട്രീയമാണ്. അത് മാറ്റി നിർത്താം. നാഷണൽ ഹൈവേ 66 സ്ഥലം നൽകിയ ഒരാൾ എന്ന നിലയിൽ ഞങ്ങളെപ്പോലുള്ള പലരും അന്ന് നേരിട്ട പ്രശ്നങ്ങൾ ഇവിടെ പറയുകയാണ്. സ്ഥലം ഏറ്റെടുത്തപ്പോൾ മലപ്പുറം ജില്ലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വികാരഭരിതരായാണ് കുട്ടികളടക്കം ആ സാഹചര്യം നേരിട്ടത്. എൻ്റെ വീട്ടിൽ പോലീസും ഉദ്യോഗസ്ഥരും വന്നത് അടുക്കള ഭാഗത്തെ ഗേറ്റ് കടന്നാണ്. വന്നു, അവരവരുടെ ജോലി ചെയ്തു പോയി. പക്ഷെ ഞങ്ങളുടെ ആ സമയത്തെ അവസ്ഥ ഭീകരമാണ്. ഇത് കേൾക്കുമ്പോൾ തോന്നും, പൈസ കിട്ടിയില്ലേ,
പിന്നെ നിങ്ങൾക്ക് എന്ത് വിഷമം എന്ന് തോന്നാം. അന്ന് മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ, ഞാൻ ഉൾപ്പെടെയുള്ള പലരും അനുഭവിച്ച വേദനയും അരക്ഷിതാവസ്ഥയും ഇന്ന് ജനം മുഴുവൻ അനുഭവിക്കുന്നുണ്ട്. എത്ര വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയാണത്. ഈ സംഭവത്തിന് ശേഷം കണ്ട പല സോഷ്യൽ മീഡിയ പോസ്റ്റും ഈ ഭയവും കെട്ടിപ്പൊക്കിയ ഉയരവുമാണ്. സ്ഥലം കൊടുത്തു, അത് വിലയിരുത്തി എന്ന് നമ്മുടെ റിയാസ് മരുമകൻ പറയുന്നു. ജോലികളും വിലയിരുത്തി. ഇപ്പോൾ പ്രചരിക്കുന്ന പല വീഡിയോയിലും അന്ന് നടന്ന പണികൾ ആ മണ്ണിന് യോജ്യമല്ല എന്ന് വ്യക്തമാക്കുന്നതാണ്. ഇത് പറയുന്നതാവട്ടെ ആ സ്ഥലത്തെ നാട്ടുകാരും സാധാരണക്കാരും. നിങ്ങൾ സർക്കാരുകൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സംഭവിച്ചത് എന്തെന്ന് വ്യക്തമാക്കുകയാണ്. പിഴവുകളാവാം, അശാസ്ത്രീയമാവാം, എന്തും. പൊതുജനത്തിന് അന്ന് ഇരകളായ ഞങ്ങളുടെ ഭൂമി നിങ്ങൾ ഉപയോഗിച്ചത് എന്തിനാണ് എന്ന് വ്യക്തമാക്കണം. പലരുടെയും സ്വപ്നം തകർത്ത മണ്ണ് വെട്ടിപ്പിടിച്ച് നിങ്ങൾ തമ്മിലടിക്കുന്നത് കാണാനല്ല ഞങ്ങൾ പൊതുജനം ഇരിക്കുന്നത്. ആ ഭൂമിയിൽ നടന്ന മാറ്റങ്ങൾ എന്തെല്ലാം, നിങ്ങൾ ഏറ്റെടുത്ത പ്രവൃത്തികൾ എന്തെല്ലാം, ഇതെല്ലാം വ്യക്തമാക്കണം. ആ മണ്ണിൽ നടന്ന ഓരോ ജോലിയും വിലയിരുത്തിയ നമ്മുടെ പൊതുമരാമത്ത് റിയാസ് പറയുന്നത് ദിവസേന ആ സ്ഥലം സന്ദർശിക്കുന്നു, മാസങ്ങളിൽ മീറ്റിങ്ങുകൾ വെക്കുന്നു. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു അശാസ്ത്രീയത റിയാസ് കണ്ടെത്തിയില്ല? നിങ്ങളുടെ വകുപ്പാണ്, നിങ്ങളാണ് ഭൂമി ഏറ്റെടുത്ത് നൽകിയത്, കരാർ കമ്പനിയാണ് നടത്തുന്നത്. നിങ്ങൾ വിലയിരുത്തി എന്ന് പറയുമ്പോൾ അതിനുള്ള ഉത്തരം ഞങ്ങൾക്ക് വേണം. ഞങ്ങളെപ്പോലുള്ള പല ഇരകളും ഭൂമി നിങ്ങൾക്ക് നൽകിയത് ഞങ്ങളുടെ വികസനത്തിന് വേണ്ടിയാണ്, നാടിൻ്റെ വികസനത്തിന് വേണ്ടിയാണ്. എന്നിട്ട് അവിടെ നടന്ന വികസനം എന്താണ്? ആരുടെ കീശയാണ് നിങ്ങൾ വീർപ്പിച്ചത്? അന്ന് നടന്ന പ്രകടനങ്ങളും വിഷമതകളും എന്തുകൊണ്ട് നിങ്ങൾ പോലീസ് ലാത്തിക്കൊണ്ട് തട്ടിവീശി? ഇന്നും അതിൻ്റെ വേദന അനുഭവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ മലപ്പുറം ജില്ലയിലെ ദേശീയപാതയുടെ ഓരങ്ങളിലുണ്ട്. അവരുടെ വീടിൻ്റെ സിറ്റ് ഔട്ട് മാത്രമായിരിക്കാം ചിലപ്പോൾ പോയത്, മറ്റു ചിലരുടേത് അടുക്കള വരെ. ഇന്ന് പലരും ജീവിക്കുന്നത് നിങ്ങൾ കൊടുത്ത പൈസ കൊണ്ട് തന്നെയാണ്. പക്ഷേ ഇന്ന് നിങ്ങൾ നൽകുന്ന മറുപടികൾ വളരെ മോശമാണ്.